Hello my dears, let us read the unit number 5, The Melody of Rain. അപ്പോൾ ഇവിടെ നല്ലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ താഴെ ഒരു കോട്ടും കൊടുത്തിട്ടുണ്ട്. Without rain, there would be no life. ജോൺ അപ്ഡൈക്ക്. അതായത് മഴയില്ലാതെ ജീവിതമില്ല എന്നൊരു കോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഡോർവേ, വാതിൽപ്പുറം ചിത്രമായിട്ട് തന്നിരിക്കുന്നത്. കുറച്ച് ചിത്രം തന്നിട്ട് എന്നിട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. ലെറ്റ് us look at the pictures given below. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കുക. വാട്ട് ഡു ദീസ് പിക്ചേഴ്സ് സജസ്റ്റ്? ഇവ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഷെയർ യുവർ ഐഡിയാസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രസന്റ് ദം ഇൻ ദ ക്ലാസ്. നിങ്ങളുടെ ഐഡിയാസ് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്കാസിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ അതായത് ലഭ്യതക്കുറവും അതുപോലെ തന്നെ ഡ്രോട്ട്, വരൾച്ചയും, പിന്നെ ഇവിടെ കൊടുക്കുന്നത് റെയിനിൻ്റെ ജോയ്, പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് റെയിനിൻ്റെ ഹാർഡ്ഷിപ്സ്, അതായത് മഴ കൂടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ, ഫ്ലഡായി മാറുന്ന ഒരു അവസ്ഥ. അപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഹിയർ ദ റെയിൻ ബ്രിങ്സ് ലൈഫ്, ജോയ്, അഡ്വഞ്ചേഴ്സ് ആൻഡ് പെർഹാപ്സ് ഹാർഡ്ഷിപ്സ് ടു. അപ്പോൾ മഴ ജീവിതവും സന്തോഷവും സാഹസങ്ങളും ഒക്കെ കൊണ്ടുതരുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഹാർഡ്ഷിപ്സും കൂടെ കൊണ്ടുവരുന്നുണ്ട് ടു ദ വേൾഡ്, ലോകത്തിലേക്ക്. ലെറ്റ് us എക്സ്പ്ലോർ ദ ജേർണി ഓഫ് എ റെയിൻ ഡ്രോപ്പ്. നമുക്കൊരു മഴത്തുള്ളിയുടെ ജീവിതം അതിൻ്റെ യാത്രയൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ജേർണി ഓഫ് ദ റെയിൻ ഡ്രോപ്പ്, മഴത്തുള്ളിയുടെ യാത്ര. എ ടൈനി റെയിൻ ഡ്രോപ്സ് ലിവ്സ് ഇൻ എ ബിഗ് ഫ്ലഫി ക്ലൗഡ്. ഒരു ഫ്ലഫി ആയിട്ടുള്ള ക്ലൗഡിനകത്താണ് ഒരു റെയിൻ ഡ്രോപ്പ് താമസിച്ചിരുന്നത്. നൗ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ ടു ദ എർത്ത്. ഇതിപ്പോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എ ബിഗ് അഡ്വഞ്ചർ അവേറ്റ്സ് ഇറ്റ്. ഒരു വലിയ സാഹസം തന്നെ അതിനെ കാത്തിരിക്കുന്നുണ്ട്. അഡ്വഞ്ചർ. മീറ്റ് ദ ലിറ്റിൽ റെയിൻ ഡ്രോപ്പ്. ലെറ്റ് us see what happens next. ലിറ്റിൽ റെയിൻ ഡ്രോപ്പിൽ നിങ്ങളൊന്ന് കണ്ടോ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. റെഡി സെറ്റ് ഗോ. ഐ ആം എ റെയിൻ ഡ്രോപ്പ്. ഇവിടെ കഥ മഴത്തുള്ളി തന്നെയാണ് പറയുന്നത്. ഐ ആം എ റെയിൻ ഡ്രോപ്പ്. ഞാനൊരു മഴത്തുള്ളിയാണ്. ഐ ലിവ് ഇൻ എ ക്ലൗഡ്. ഞാനൊരു ക്ലൗഡിലാണ് താമസിക്കുന്നത്. വൺ ഡേ ഐ സോ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് അക്രോസ് ദ സ്കൈ. ഞാൻ ഒരു ദിവസം ഒരു മിന്നൽ പിണർ കണ്ടു. ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. സഡൻലി ഐ ഹേർഡ് എ ലൗഡ് ബൂം. ഐ വാസ് സോ സ്കെയർഡ്. പെട്ടെന്ന് ഞാനൊരു ഭൂം ശബ്ദം കേട്ടു. ഗെറ്റ് റെഡി ടു ഗോ ലിറ്റിൽ റെയിൻ ഡ്രോപ്സ്, ദ തണ്ടർ റംബിൾഡ്. അപ്പോൾ ഇടി മുരണ്ടോണ്ട് എന്ത് പറഞ്ഞു? നമുക്ക് പോവാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. എ ഗ്രാൻഡ് അഡ്വഞ്ചർ അവേറ്റ്സ് യു. നിങ്ങളെ ഒരു വലിയ അഡ്വഞ്ചർ കാത്തിരിക്കുന്നുണ്ട്. ഐ ഫെൽറ്റ് സോ എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അല്ലേ? എക്സൈറ്റഡ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ. ഞാൻ ഇതുവരെ ഈ ക്ലൗഡിൻ്റെ പുറത്തോട്ട് പോയിരുന്നില്ല. Why did the raindrop feel so excited? Why? Because he never went out of the cloud. അല്ലേ, ഇതുവരെ അവൻ ക്ലൗഡിൻ്റെ പുറത്തോട്ട് പോയിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ഇത്രയും എക്സൈറ്റഡ് ആയത്. The great adventure. ആ വലിയ അഡ്വഞ്ചർ എന്താ? Oh, what is that? Cried all the raindrops. എന്താണത്? എല്ലാ മഴത്തുള്ളികളും നോക്കി വലിയ സൗണ്ട് ഉണ്ടാക്കി. എന്താ വന്നത്? എ ഷാർപ്പ് ലൈറ്റ് പിയേഴ്സ് ടു ദ ക്ലൗഡ്. ഒരു പിന്നെ ഷാർപ്പായിട്ട് ലൈറ്റ് വന്നിട്ട് ക്ലൗഡിനെ അങ്ങ് തുളച്ചു പോയി. ഈച്ച് ഡ്രോപ്പ് വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ ക്ലൗഡ്. ഓരോ തുള്ളിയും താഴോട്ടേക്ക് ഇങ്ങനെ എന്തായി തള്ളിയിടുന്ന ഒരു സന്ദർഭം വന്നു. ഐ ടു ലീപ്ഡ് വിത്ത് ദം. ഞാനും അവരുടെ കൂടെ അങ്ങോട്ട് താഴോട്ടേക്ക് ചാടിപ്പോയി. ഡൗൺ ആൻഡ് ഡൗൺ വി വർ ഫോളിങ് ടുഗെദർ. താഴേക്ക് നമ്മളെല്ലാം ഇങ്ങനെ വന്ന് വീഴുന്നോണ്ടിരിക്കുകയായിരുന്നു. വി ലാഫ്ഡ് ആൻഡ് ഷൗട്ടഡ്. നമ്മൾ ലാഫ് ചെയ്തു, ചിരിച്ചു, ഷൗട്ട് ചെയ്തു. വാട്ട് എ ഫൺ, എന്ത് രസമാണ് എന്ന് പറഞ്ഞിട്ട് അവർ ലാഫും ഷൗട്ടൊക്കെ ചെയ്തു. ക്യാൻ യു ഗസ് വാട്ട് വുഡ് ഹാപ്പൻ ടു ദ റെയിൻ ഡ്രോപ്സ്? എന്താ ഈ റെയിൻ ഡ്രോപ്സിന് സംഭവിക്കുക? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ദ റെയിൻബോ. From high up in the sky, we saw the world below. അങ്ങ് ദൂരെ ആകാശത്തു നിന്നും ഞങ്ങൾ താഴെയുള്ള ലോകത്തെ കണ്ടു. We were getting closer and closer. നമ്മൾ അതിൻ്റെ അടുത്തോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. The trees spread their leafy arms. മരങ്ങൾ അവരുടെ ഇലകളായ കൈകളൊക്കെ നീട്ടി ഞങ്ങളെ കാത്തു നിന്നു അല്ലേ? The flowers waved gently. പൂക്കൾ ഞങ്ങളെ നോക്കി ഇങ്ങനെ മെല്ലെ ആടിക്കളിച്ചു. ദ ബേർഡ്സ് ഫ്ലൂ ഫ്ലട്ടറിങ് ദ വിങ്സ്. പറവകൾ ആകാശത്ത് ചിറകുവിടർത്തി പറന്ന് കളിച്ചു. എവ്രി വൺ റാൻ ടു എസ്കേപ്പ് ഫ്രം റെയിൻ. എല്ലാവരും എന്ത് ചെയ്തു? മഴയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി ഒളിച്ചു. ബട്ട് എ ഫാമർ ലുക്ക്ഡ് അപ്പ് വിത്ത് എ ഹോപ്പ്. പക്ഷെ ഒരു കർഷകൻ മുകളിലേക്ക്
പ്രതീക്ഷയോടുകൂടി ഹോപ്പോടുകൂടി നോക്കി. വി വർ ഫ്ലൈയിങ്, ആക്ച്വലി നമ്മളിങ്ങനെ പറക്കുകയാണ് അല്ലേ. ഐ എൻജോയ്ഡ് ദ വിൻഡ്സ് പ്ലേഫുൾ ഡാൻസ്, കാറ്റിൻ്റെ ഈ ഭംഗിയുള്ള ഡാൻസ് ഞാൻ നന്നായി ആസ്വദിച്ചു. സൺ ബീംസ് ഷോൺ ത്രൂ അസ്, സൂര്യപ്രകാശം ഞങ്ങളുടെ ഇടയിലൂടെ അങ്ങ് വന്നു. ഇറ്റ് മെയ്ഡ് അസ് ബ്രൈറ്റ് ആൻഡ് കളർഫുൾ, അത് ഞങ്ങളുടെ തിളക്കമുള്ളതും കളർഫുള്ളും ആക്കി മാറ്റി. ചിലർ റെഡ്, ബ്ലൂ, ഗ്രീൻ അങ്ങനെ പല നിറത്തിലുള്ള ആയി മാറി. ചിൽഡ്രൻ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഷൗട്ടഡ്, അപ്പോഴാണ് കുട്ടികൾ മുകളിലോട്ട് നോക്കി പറഞ്ഞത് എന്താ? റെയിൻബോ, റെയിൻബോ, മഴവില്ല്, മഴവില്ല് എന്ന് പറഞ്ഞു. വൈ ഡിഡ് ദ ഫാമർ ലുക്ക്ഡ് അപ്പ് വിത്ത് ഹോപ്പ്, എന്തുകൊണ്ടാണ് ഫാമർ മുകളിലേക്ക് പ്രതീക്ഷയോടെ നോക്കിയത്? ബിക്കോസ് ഇഫ് ദർ ഈസ് റെയിൻ then only he can grow crops, അല്ലേ. ക്രോപ്സ് ഒക്കെ വളർത്തണമെങ്കിൽ മഴ പെയ്യണം. വൈ ഡിഡ് ദ ചിൽഡ്രൻ ഷൗട്ട്? ബിക്കോസ് ദേ സോ റെയിൻബോ, അല്ലേ. റെയിൻബോ കണ്ടതുകൊണ്ടാണ് കുട്ടികൾ ആർത്ത് വിളിച്ചത്. ഹിയർ യു ക്യാൻ സീ an angry cat. Let us read about that. The angry cat. Wow, are they welcoming us? We were very excited. അവരെല്ലാം ഞങ്ങളെ വെൽക്കം ചെയ്യുകയാണോ, സ്വാഗതം ചെയ്യുകയാണോ? നമ്മളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയി. എ ബ്രൗൺ ക്യാറ്റ് ഹിഡ് അണ്ടർ എ ട്രീ ലുക്കിംഗ് പസിൽഡ്. അപ്പോഴാണ് ഒരു പൂച്ച, ബ്രൗൺ പൂച്ച എന്ത് ചെയ്തു? ഒരു ട്രീയുടെ താഴെ എങ്ങനെയല്ലോ ഒളിച്ചു നിന്നു. അതായത് കൺഫ്യൂസ്ഡ് ആയിട്ട് ഞങ്ങൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അറ്റ് ലാസ്റ്റ് ഐ ലാൻഡഡ് ഓൺ ദ ക്യാറ്റ് വിത്ത് എ സോഫ്റ്റ് സ്പ്ലാറ്റ്. പക്ഷെ ഞാൻ പോയി എന്ത് ചെയ്തു? പൂച്ചയുടെ മുകളിൽ തന്നെ പോയി വീണു. ഇറ്റ് ഷുക്ക് ഇറ്റ്സ് ഫർ ആംഗ്രിലി, അത് ദേഷ്യത്തോടെ അതിൻ്റെ രോമങ്ങൾ കുലുക്കി. ഐ ഫെൽ ഓൺ ദ സോയിൽ വിത്ത് എ ഷാർപ്പ് സ്പ്ലാഷ്. ഞാൻ എന്ത് ചെയ്തു? നേരെ പോയി മണ്ണിലേക്ക് സ്പ്ലാഷ് ചെയ്തു. ഐ ഫെൽറ്റ് ദ ഫ്രഷ് വാം ടച്ച് ഓഫ് ദ സോയിൽ. ഞാൻ ആ മണ്ണിൻ്റെ ഫ്രഷായ വാം ടച്ച് ആസ്വദിച്ചു. വാട്ട് എ പ്ലെസൻറ്റ് സ്മെൽ. എന്തൊരു നല്ല മണമാണല്ലേ. മഴ ഫസ്റ്റ് വന്ന് നമ്മുടെ ഭൂമിയിൽ പതിക്കും ഒരു മണം വരാനില്ലേ. വാട്ട് എ റിഫ്രഷിങ് സ്മെൽ ഈസ് ഇറ്റ്. ഹൗ റിഫ്രഷിങ് ഇറ്റ് ഈസ്. എന്തൊരു റിഫ്രഷിങ് ആണത്, ഉന്മേഷപരമാണത്. വാട്ട് ഡിഡ് ദ ക്യാറ്റ് ഡു വെൻ ദ റെയിൻ ഡ്രോപ്പ് ഫെൽ ഓൺ ഇറ്റ്. എന്താ പൂച്ച ചെയ്തത് റെയിൻ ഡ്രോപ്പ് വീണപ്പോൾ? യെസ്, ഇറ്റ് ഷുക്ക് ഇറ്റ്സ് ഫർ ആംഗ്രിലി. നെക്സ്റ്റ്, thirsty roots, ദാഹിക്കുന്ന വേരുകൾ. സം ഓഫ് മൈ ഫ്രണ്ട്സ് ലാൻഡഡ് ഓൺ ദ ലീവ്സ്. എൻ്റെ ചില സുഹൃത്തുക്കൾ ലീവ്സിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്തു. അതേഴ്സ് ജെൻലി കിസ്ഡ് ദ ഫ്ലവേഴ്സ്. ചിലർ പൂക്കളെ പോയി ഉമ്മ വെച്ചു. സം സ്പ്ലാഷ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഫോംഡ് ടൈനി പഡിൽസ്. ചിലരെന്ത് ചെയ്തു? ഗ്രൗണ്ടിൽ പോയി വീണിട്ട് ചെറിയ ചെളിക്കുഴികൾ ഉണ്ടാക്കി. ഐ സീപ്ഡ് ഇൻ ടു ദ സോയിൽ ട്രിക്കിളിങ് ഡൗൺ ആൻഡ് ഡൗൺ. ഞാനിങ്ങനെ മണ്ണിലേക്ക് ആഴ്ന്ന് ഇറങ്ങിപ്പോയി. ദ തേഴ്സ്റ്റി റൂട്ട്സ് ഓഫ് പാഡി വർ സെർച്ചിങ് ഫോർ വാട്ടർ. അപ്പോഴാണ് നെല്ലിൻ്റെ വേരുകൾ, അത് ദാഹിച്ച് വലഞ്ഞ വേരുകൾ വെള്ളത്തിന് വേണ്ടി സെർച്ച് ചെയ്തത്. വാട്ട് എ ടെൻഡർ ടച്ച്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ എ റൂട്ട് സൈഡ്. ഞാൻ പോയൊരു വേരിനെ മുട്ടിയപ്പോൾ ആ വേരെന്ത് പറഞ്ഞു? എന്തൊരു നൈർമല്യമായ ഒരു സ്പർശനമാണിത്. ഞാനൊരു തുള്ളി വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ റൂട്ട് സൈഡ്, ദീർഘനിശ്വാസത്തോടെ എന്ന് പറയാറില്ല, അതിനാണ് സൈഡ് എന്ന് പറയുന്നത്. വാട്ട് ഹാപ്പൻ ടു ദ റെയിൻ ഡ്രോപ്സ് ഫ്രണ്ട്സ്? സം kissed flowers, others landed on the leaves, is it? ഓരോരുത്തർ ഓരോ സ്ഥലത്തായിട്ട് പോയി. ചിലർ വേരിൻ്റെ അടുത്തെത്തി, ചിലർ പൂവിൻ്റെ അടുത്തെത്തി, ചിലർ എല്ലിൻ്റെ അടുത്തെത്തി. നൗ എ ഡ്രോപ്പ് ഓഫ് ജോയ്. ഐ വാസ് ഡ്രോൺ ഇൻ ടു ദ റൂട്ട്സ്. ഞാൻ വേരെന്ത് ചെയ്തു? എന്നെ വലിച്ചെടുത്തു. ദെൻ സ്ലോലി ഐ ട്രാവൽഡ് അപ്വേർഡ്സ്. വേരെന്ത് ചെയ്യും? എന്നെ മുകളിലേക്ക് തള്ളി അയക്കുമല്ലോ ചെടിയുടെ. ഇറ്റ് വാസ് ക്വയറ്റ് എ ക്ലൈംബ്. അതിങ്ങനെ മരം കയറുന്ന പോലെ ഞാൻ അങ്ങനെ കയറി പോകാൻ തുടങ്ങി. വാട്ട് എ നൈസ് സർപ്രൈസ്. എന്തൊരു അത്ഭുതമാണിത്. മൈ ഫ്രണ്ട്സ് വർ ഓൾറെഡി ഇൻസൈഡ്. അപ്പോൾ പൂക്കളിലൂടെ ഉള്ളിലേക്ക് വന്നവരുണ്ടാവും, ഇലയിലൂടെ ഉള്ളിലേക്ക് വന്നവരുണ്ടാവും അല്ലേ. യു ഹാവ് കം ജസ്റ്റ് ഇൻ ടൈം. പ്ലാന്റ് വിസ്പേർഡ് ആസ് ഐ റീച്ച്ഡ് ഇറ്റ്സ് ടോപ്പ്. അപ്പോൾ പ്ലാന്റ് എന്ത് ചെയ്തു? മുകളിലെത്തിയപ്പോൾ പറഞ്ഞു. The sun began to set. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. The sky turned orange in color. സ്കൈ എന്ത് ചെയ്തു? ഓറഞ്ച് കളറാവാൻ തുടങ്ങി. The leaves of paddy rustled gently in the breeze. അപ്പോൾ എന്ത് ചെയ്തു? പാഡിയുടെ ലീവ്സ് എല്ലാം ജെന്റ്ലി ആ കാറ്റിൽ ഇങ്ങനെ അവിടെ ഉറങ്ങാൻ വേണ്ടി തുടങ്ങി. What changes did the sunset bring to the sky? The sky became orange. The rise of the raindrop. അങ്ങനെ നമ്മുടെ മഴത്തുള്ളിയുടെ ഉയർച്ച.
ദ മോർണിംഗ് കെയിം, ദ സൺ ഷോൺ ഹോട്ട് ആൻഡ് ബ്രൈറ്റ്. രാവിലെയായി, സൂര്യൻ നല്ല ഉഷാറിൽ ജ്വലിക്കാൻ തുടങ്ങി. വി ഫെൽ സംതിങ് സ്ട്രേഞ്ച്. അപ്പോഴാണ് എന്തോ ഒരു സംഭവം സംഭവിക്കുന്നത്. ഹേയ്, ഹു ഈസ് പുള്ളിങ് അസ് ഫ്രം എബവ്? ആരും ഞങ്ങളെ പിടിച്ച് വലിക്കുന്നത്? ഐ വണ്ടേർഡ്. ഞാൻ അത്ഭുതത്തോടെ നോക്കി. സ്ലോലി വി ഡ്രിഫ്റ്റഡ് അപ്വേർഡ്സ്. സ്ലോലി ഞങ്ങളെ ആരോ പിടിച്ച് മുകളിലോട്ടേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. വി ബിഗാൻ ടു ഫ്ലോട്ട് ഹയർ ആൻഡ് ഹയർ. നമ്മളിങ്ങനെ മുകളിലോട്ടേക്ക് ഒഴുകി ഒഴുകി പോകാൻ തുടങ്ങി. ഐ ലുക്ക്ഡ് ഡൗൺ അറ്റ് ദ ഫീൽഡ് ബിലോ. ഞാൻ താഴോട്ടേക്ക് നോക്കി. ദ എർത്ത് വാസ് ഗെറ്റിംഗ് സ്മോളർ. ഭൂമി ചെറുതായി ചെറുതായി വരുന്നു. ദ റിവേഴ്സ് ലുക്ക് ലൈക്ക് സിൽവർ ത്രെഡ്സ്. നമ്മുടെ പുഴകളെല്ലാം ഒരു വെള്ളി നൂലുകൾ പോലെ. ദ ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ് ലുക്ക് ലൈക്ക് ഗ്രീൻ കാർപ്പറ്റ്. ഫീൽഡും ഗാർഡനൊക്കെ ഗ്രീൻ കാർപ്പറ്റ് വിരിച്ചതുപോലെയുണ്ട്. വാട്ട് ഹാപ്പൻഡ് വെൻ ദ റെയിൻ ഡ്രോപ്സ് വർ പുൾഡ് ഫ്രം എബവ്? ഇറ്റ് സ്റ്റാർട്ടഡ് മൂവിങ് ഹയർ ആൻഡ് ഹയർ. അല്ലേ, അത് മുകളിലോട്ടേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. ദ റിട്ടേൺ, തിരിച്ചു വരവ്. I feel sad to leave my new friends. We had so much fun, said a raindrop. അപ്പോൾ ഒരു മഴത്തുള്ളി പറഞ്ഞു, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ട് വരുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നു എന്ന് പറഞ്ഞു. ഹേയ്, ഡോണ്ട് ക്രൈ, ഐ കൺസോൾഡ് ഹിം. നീ കരയണ്ട, സമാധാനിപ്പിച്ചു ഞാൻ അവനെ. വി ഹാവ് ബോട്ട് ജോയ് ടു മെനി. നമ്മൾ ഒരുപാട് പേർക്ക് സന്തോഷങ്ങൾ കൊണ്ടു കൊടുത്തു, അല്ലേ? ബ്രോട്ട് ജോയ്, നമ്മൾ ഒരുപാട് പേർക്ക് സന്തോഷങ്ങൾ കൊണ്ടു കൊടുത്തു. ലുക്ക്, ദ ഫാമർ ഈസ് ഹാപ്പി. നോക്ക്, ഫാമർ എന്തൊരു ഹാപ്പിയാണ്. ഹിസ് ഫീൽഡ്സ് ആർ ഗ്രീൻ വൺസ് എഗെയിൻ ബിക്കോസ് ഓഫ് അസ്. ഞങ്ങളെ കൊണ്ട് അയാളുടെ ഫാമൊക്കെ ഒന്നും കൂടെ എന്തായത്, ഫീൽഡൊക്കെ എന്തായി, ഗ്രീൻ കളറായി, അല്ലേ? ഗ്രീനായി, പച്ചപ്പായി. ബൈ നൗ ദ റെയിൻ ഡ്രോപ്സ് ഹാഡ് റീച്ച്ഡ് ദ ക്ലൗഡ്. ഈ സമയം കൊണ്ട് റെയിൻ ഡ്രോപ്സ് ഒക്കെ ക്ലൗഡ്സിലേക്ക് തിരിച്ചുപോയി. വെൽക്കം ബാക്ക് ആൻഡ് ടേക്ക് റെസ്റ്റ്, സെഡ് ദ ക്ലൗഡ്. ക്ലൗഡ് എന്ത് പറഞ്ഞു? തിരിച്ചു വന്നല്ലോ, എല്ലാവർക്കും സ്വാഗതം, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഷാൽ വി മീറ്റ് അവർ ഫ്രണ്ട്സ് അഗെയിൻ, വി ആസ്ക്ഡ്. അപ്പോൾ നമുക്ക് ഈ വീണ്ടും നമ്മളെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റുമോ എന്ന് ആര് ചോദിച്ചു? നമ്മുടെ റെയിൻ ഡ്രോപ്സ് ചോദിച്ചു. അപ്പോൾ ക്ലൗഡ് എന്ത് പറഞ്ഞു? ദ ക്ലൗഡ് റിപ്ലൈഡ്, സൂൺ ദ വിൻഡ് വിൽ ബ്ലോ അഗെയിൻ, യു വിൽ ഹാവ് ന്യൂ അഡ്വഞ്ചേഴ്സ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു റെയിൻ അഗെയിൻ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? കാറ്റ് വരും, അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും പുതിയ പുതിയ അഡ്വഞ്ചേഴ്സൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു, അല്ലേ? വൈ ഡിഡ് ദ റെയിൻ ഡ്രോപ്സ് സേ ഐ ഫീൽ സാഡ്? ബിക്കോസ് ഹീ ലെഫ്റ്റ് ഹിസ് ഫ്രണ്ട്സ്. അല്ലെ, ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സങ്കടം തോന്നിയത്. വൈ വാസ് ദ ഫാമർ ഹാപ്പി? ബിക്കോസ് ഹിസ് ഫീൽഡ്സ് ആർ ഗ്രീൻ അഗെയിൻ. അല്ലേ, വീണ്ടും എല്ലാം പച്ചപ്പായി മാറി, അതുകൊണ്ടാണ് വീണ്ടും അയാൾ ഹാപ്പി ആയത്. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ലെസണിലുള്ളത്. അപ്പോൾ നിങ്ങൾ ലെസൺ നന്നായിട്ട് വായിക്കുക. എക്സസൈസ് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.